അമ്മയ്ക്ക് പ്രാണവേദന, മോൾക്ക് വീണവായന എന്ന് കേട്ടിട്ടേയുള്ളൂ. കഴിഞ്ഞ ദിവസം അത് ശരിക്കും കേരളം കണ്ടു. വേദിയിലെ സുരക്ഷാ വീഴ്ച കൊണ്ട് 15 അടി താഴെ വീണ് MLA ഉമാ തോമസിന് ഗുരുതരമായി പരിക്കേറ്റിട്ടും ദിവ്യ ഉണ്ണി നൃത്തം തുടർന്നു. 12,000 കുട്ടികളുമൊത്ത് നൃത്തം കളിച്ച് ഗിന്നസ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കുകയും ചെയ്തു. സ്വന്തമാക്കിയെന്ന് പറയുന്നത് സ്വന്തമാണോ എന്നതാണ് പരിശോധിക്കപ്പെടേണ്ടത്. അണിയറയിൽ സംഭവിച്ചതൊക്കെ ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ്. എന്തായാലും ഉമാ തോമസ് വീണതുകൊണ്ട് ഇതൊക്കെ പുറത്തു വന്നു. രജിസ്ട്രേഷൻ 5,000 രൂപയടക്കം തന്റെ 2 കുട്ടികൾക്കും കൂടെ 12,000 രൂപയിൽ കൂടുതൽ ചെലവായി. ഇത്രയധികം ആളുകളെ കണ്ടപ്പോൾ കുട്ടികൾക്ക് പേടിയായി. കുട്ടികളെ ശ്രദ്ധിക്കാൻ സെക്യൂരിറ്റിയും ഇല്ല. കുട്ടികളുടെ മാതാപിതാക്കളെ ഗാലറിയിൽ ഇരുത്തുന്നതിനും ഫീസുണ്ട്. ഇങ്ങനെയാണ് നൃത്തപരിപാടിയിൽ പങ്കെടുത്ത കുട്ടികളുടെ അമ്മമാർക്ക് പറയാനുള്ളത്. വിവാഹിതയായി വിദേശത്തേക്ക് പറന്ന ദിവ്യ ഉണ്ണിക്ക് ലോകശ്രദ്ധ. ഹോട്ടലുകൾക്കും നൃത്തവസ്ത്ര നിർമ്മാതാക്കൾക്കും നല്ല വരുമാനവും. എന്നാൽ പരിപാടിയിൽ പങ്കെടുത്ത മറ്റുള്ളവർക്ക് ഈ നൃത്തം കൊണ്ട് എന്ത് ലഭിച്ചു എന്ന് ചോദിച്ചാൽ വട്ടപൂജ്യമെന്നേ പറയാനുള്ളൂ. ഒരമ്മ പറയുന്നത് കേട്ടു, തൻ്റെ കുട്ടിയിൽ നിന്ന് 3,500 രൂപയാണ് വാങ്ങിയത്. മറ്റൊരാൾ പറയുന്നു 5,100 രൂപയെന്ന്. അതിനർത്ഥം 12,000 പേരിൽ നിന്നും 4 മുതൽ 5 കോടി രൂപ വരെ ഇവർ പിരിച്ചെടുത്തിട്ടുണ്ട്. അതിൽ 1-2 കോടി ചെലവഴിച്ചാലും 2 മുതൽ 3 കോടി വരെ മിച്ചം. ഇതിനു പുറമെ കാണികളിൽ നിന്നും എൻട്രി ഫീയായും വേറെ കോടികളും ലഭിച്ചിട്ടുണ്ടാകും. അതായത് ഒരു വെടിക്ക് 2 പക്ഷി. ഗിന്നസ് ബുക്കിൽ പേരും പോക്കറ്റിൽ കോടികളും. ചുരുക്കി പറഞ്ഞാൽ ഗിന്നസ് റെക്കോർഡ് ഒരു മറയായിരുന്നു. പരിപാടിക്ക് നേതൃത്വം വഹിച്ച ദിവ്യ ഉണ്ണിക്ക് കുറച്ച് ലക്ഷങ്ങൾ കിട്ടിക്കാണും. ബാക്കി കോടികൾ ഇതിന്റെ നടത്തിപ്പുകാരുടെ പോക്കറ്റിൽ വീണിട്ടുണ്ടാകണം. എന്തായാലും വിഷയത്തിൽ ദിവ്യ ഉണ്ണി ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല. സാധാരണ ഇത്രയും വലിയ വിവാദമൊക്കെ ഉണ്ടായാൽ, പ്രത്യേകിച്ച് ഒരു MLA വീണ് ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുമ്പോൾ, ഒരു കലാകാരി എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ ഈ പരിപാടിക്ക് നേതൃത്വം വഹിച്ച വകയിൽ ദിവ്യ ഉണ്ണിക്കൊന്ന് പ്രതികരിക്കാമായിരുന്നു. ഈ അപകടമുണ്ടായി MLAക്ക് പരിക്ക് പറ്റിയില്ലായിരുന്നുവെങ്കിൽ ഇതിലെ കോടിക്കണക്കുകളൊന്നും ആരും അറിയില്ലായിരുന്നു എന്ന് മാത്രവുമല്ല, അധികം താമസിയാതെ ഇതിന്റെ നടത്തിപ്പുകാർ മറ്റൊരു തട്ടിപ്പുമായി ഇറങ്ങുമായിരുന്നു. ദിവ്യ ഉണ്ണി മൗനം പാലിക്കുമ്പോൾ ഒരു ചോദ്യം ഉയരുന്നുണ്ട്. ഈ ഗിന്നസ് റെക്കോർഡ് ആരുടെ പേരിലാണ് എന്ന്. മൃദംഗ വിഷൻ CEO ഷമീർ അബ്ദുൾ റഹീമിന്റെ പേരിലാണ് ഗിന്നസ് റെക്കോർഡ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതായത് മൊത്തത്തിൽ ലാഭം. പക്ഷെ ആളിപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണ്. ചുരുക്കി പറഞ്ഞാൽ മൃദംഗ വിഷന് മറ്റൊരു ഗിന്നസ് അവാർഡ് കൂടി ലഭിച്ചേക്കും. ഗിന്നസിന്റെ പേരിൽ ഇത്രയും പേരിൽ നിന്നും പണം പിരിച്ച് കീശ വീർപ്പിച്ചവർ ലോകത്ത് മറ്റാരും ഉണ്ടാകില്ല. 20 അടിയോളം താഴ്ചയിൽ വീണ് ഗുരുതരമായി പരിക്കേറ്റപ്പോൾ മാധ്യമപ്രവർത്തകരടക്കമാണ് ഓടിച്ചെന്നവരെ ആശുപത്രിയിലേക്ക് മാറ്റാൻ ശ്രമിച്ചത്. വേദിയുടെ അപ്പുറത്തുണ്ടായിരുന്ന ആംബുലൻസ് ഉമാ തോമസിന്റെ അടുക്കിലേക്ക് എത്തുമ്പോഴേക്കും കയ്യിലും കാലിലുമൊക്കെയായി തൂക്കി ആംബുലൻസിലേക്ക് എത്തിക്കുകയായിരുന്നു രക്ഷകർ. അപ്പോഴും കേരള പോലീസ് സ്ഥലത്ത് എത്തിയിട്ടില്ല. കേരള പോലീസിനും വീഴ്ച സംഭവിച്ചു. പ്രോഗ്രാം തുടങ്ങി അവസാനിക്കും വരെ മോണിറ്റർ ചെയ്യേണ്ടതായിരുന്നു. കൊച്ചി കോർപ്പറേഷനും വീഴ്ച സംഭവിച്ചു എന്ന ആക്ഷേപവും ഉയരുന്നുണ്ട്. റജിമോൻ കുട്ടപ്പൻ പറഞ്ഞതുപോലെ ഒരു ആരാധക തിരക്കിൽപ്പെട്ട് മരിച്ചപ്പോഴും അല്ലു അർജുൻ തിയേറ്ററിൽ സിനിമ കണ്ടു. അല്ലു അർജുനെതിരെ രേവന്ത് റെഡ്ഡി കേസെടുക്കുകയും ചെയ്തു. 15 അടിയോളം താഴ്ചയിലേക്ക് ഉമാ തോമസ് വീണിട്ടും ദിവ്യ ഉണ്ണിയും 12,000 പേരും ഡാൻസ് കളിച്ചു. ഇവിടെ ദിവ്യ ഉണ്ണി അമേരിക്കയിലേക്ക് പോയോ എന്ന് ആരും അന്വേഷിക്കുന്നുമില്ല.